ഒരു ഗ്രാം സ്വർണം പോലും ഇപ്പോൾ കയ്യെത്താ ദൂരത്താണ്. ആ അവസരത്തിലാണ് 8000 കിലോ സ്വർണം കുഴിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. കരയിലെ ഏതു വലിയ കെട്ടിടങ്ങളുടെ ഉയരത്തെക്കാളും ആഴമുള്ള ഈ ഖനി 8000 കിലോ സ്വർണം കുഴിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനിയാണ്. കാർലട്ടൺ വില്ലിന് സമീപമുള്ള വിറ്റ് വാട്ടർ സ്ട്രാൻഡ് ബേസിനിൽ സ്ഥിതി ചെയ്യുന്ന എംപോനങ് സ്വർണ്ണഖനി. ഇതിന്റെ ഏറ്റവും താഴത്തെ തട്ടിലെത്തുക എന്നത് അത്ര അധികം എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ആഴത്തിലാണത്രേ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂനിരപ്പിൽ നിന്നും 4 കിലോമീറ്ററിലധികം താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ ഖനിക്ക് കരയിലെ ഏതു വലിയ കെട്ടിടങ്ങളുടെ ഉയരത്തെക്കാളും ആഴമുണ്ട്. നിരപ്പിൽ നിന്നും 4 കിലോമീറ്ററിലധികം താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇഖനി കഠിനമായ ചൂടും ഒരുപാട് വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ തൊഴിലാളികൾ പണിയെടുക്കുക. ഓരോ ദിവസവും അവിടെ നിന്ന് സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ഈ ഖനി അതിന്റെ ആഴം കൊണ്ട് മാത്രമല്ല, അത് സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എഞ്ചിനീയറിംഗ് മികവ് കൊണ്ടും ലോക പ്രശസ്തമാണ്. ആദ്യം ആംഗ്ലോ ഗോൾഡ് അശാന്തയുടെ കീഴിലായിരുന്ന ഈ ഖനി 2020 ഹാർമണി ഗോൾഡ് ഏറ്റെടുത്തത്. ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേ സിസ്റ്റത്തെക്കാൾ ദൈർഘ്യമുള്ള ഏകദേശം 380 കിലോമീറ്ററിലധികം തുരങ്കങ്ങൾ ഈ ഖനിക്കുള്ളിലുണ്ട്. ഇതിന്റെ ഏറ്റവും താഴത്തെ തട്ടിലെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മണിക്കൂറിൽ 64 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റുകൾ ഉപയോഗിച്ച് ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ എടുത്താണ് ഖനിയുടെ അടിത്തട്ടിലേക്ക് എത്താൻ സാധിക്കുക. മാത്രമല്ല, ഭൂമിക്കടിയിൽ വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. എംപോനങ്ങിലെ ഖനികളിലെ പാറകളുടെ താപനില 66 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ഖനി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനായി ദിവസേന ഏകദേശം 6000 ടൺ ഐസ് മിശ്രിതം ഭൂമിക്കടിയിലെ സംഭരണികളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇത് തുരങ്കങ്ങളിലെ താപനില ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയ്ക്കാൻ സഹായിക്കും. മുകൾ ഭാഗത്തുള്ള പാറകളുടെ ഭീമമായ ഭാരം കാരണം അവിടെ നിരന്തരമായ ഭൂകമ്പ മർദ്ദം അനുഭവപ്പെടാറുണ്ട്. തുരങ്കങ്ങൾ ഇടിഞ്ഞു വീഴാതിരിക്കാൻ സ്റ്റീൽ, കോൺക്രീറ്റ്, ഡയമണ്ട് മെഷ് വലകൾ എന്നിവ ഉപയോഗിച്ച് അവ ശക്തമായി ബലപ്പെടുത്തിയിട്ടുമുണ്ട്. വീതിയുള്ള കോൺടാക്ട് റീഫ് എന്ന് വിളിക്കപ്പെടുന്ന പാളികളിലാണ് ഇവിടെ സ്വർണം കാണപ്പെടുന്നത്. ഏകദേശം 5000 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനി തൊഴിലാളികൾ ഓരോ ദിവസവും ശരാശരി 6400 ടൺ പാറകൾ പൊട്ടിക്കുന്നു. അത്രയും വലിയ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ചെറിയ അളവിലുള്ള സ്വർണം പോലും അങ്ങേയറ്റം മൂല്യമുള്ളതാണ്. ഖനനം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ 1 ടൺ പാറയിൽ നിന്ന് വെറും 0.35 ഔൺസ് സ്വർണം മാത്രം ലഭിച്ചാൽ മതിയാകും. എംപോനങ് ഖനിയിൽ നിന്ന് പ്രതിവർഷം 8000 കിലോഗ്രാമിലധികം സ്വർണമാണ് ഉത്പാദിപ്പിക്കുന്നത്. അതായത് ഏകദേശം 2,50,000 മുതൽ 2,75,000 ഔൺസ് വരെ. ഭൂമിക്കടിയിലെ തുരങ്ക ശൃംഖല വളരെ വിശാലമായതിനാൽ ഉത്പാദനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളികൾ വിവിധ ഷിഫ്റ്റുകളിലാണ് ജോലി ചെയ്യുന്നത്. ഓരോ ദിവസവും തുരങ്കങ്ങൾക്കുള്ളിലെ ദീർഘദൂര പാതകളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. പ്രവർത്തനക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതേസമയം ചില തുരങ്കങ്ങൾ സാമാസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമവിരുദ്ധ ഖനി തൊഴിലാളികൾ കൈക്കലാക്കിയിട്ടുണ്ട്. സ്വർണം, ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾക്കായി ഇവർ മാസങ്ങളോളം ഭൂമിക്കടിയിൽ തന്നെ താമസിക്കാറുണ്ട്. സുലു ഭാഷയിൽ ഒരു കൈ നോക്കുക അല്ലെങ്കിൽ അവസരം മുതലാക്കുക എന്നാണ് സാമ എന്ന വാക്കിന്റെ ഏതാണ്ട് അർത്ഥം വരുന്നത്. ഖനനത്തിന് വളരെ ലളിതമായ ഉപകരണങ്ങളും സ്ഫോടക വസ്തുക്കളും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖനിയുടെ ഉള്ളിലെ ഭൂഗർഭ ജലത്തിൽ ശാസ്ത്രജ്ഞർ സവിശേഷമായ ഒരു തരം ബാക്ടീരിയയും കണ്ടെത്തിയിരുന്നു. ഡെസൽഫോർ ഡിസീസ് ഔഡാക്സ്റ്റിയോസർ എന്ന് വിളിക്കപ്പെടുന്ന ഇവയ്ക്ക് സൂര്യപ്രകാശത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായും അതിജീവിക്കാൻ സാധിക്കും. പാറകളുടെ സ്വാഭാവികമായ റേഡിയോ ആക്റ്റീവ് ശോഷണത്തിൽ നിന്നാണ് ഇവ അതിനാവശ്യമായ ഊർജം കണ്ടെത്തുന്നത്. ഖനിയുടെ ആഴം വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനായി 2024 ആരംഭത്തിൽ ഏകദേശം 4500 കോടി രൂപ ചിലവ് വരുന്ന ഒരു വമ്പൻ പദ്ധതിക്ക് ഹാർമണി ഗോൾഡ് അംഗീകാരം നൽകി. ഈ വിപുലീകരണത്തിലൂടെ ഖനിയുടെ ആഴം 270 മീറ്റർ കൂടി വർദ്ധിക്കും. ഇതോടെ ഉപരിതലത്തിൽ നിന്ന് 4.22 കിലോമീറ്റർ ആഴത്തിലേക്ക് ഖനി എത്തുന്നതിനോടൊപ്പം അതിന്റെ പ്രവർത്തന കാലാവധി ഏകദേശം 20 വർഷം കൂടി നീട്ടാനും സാധിക്കും. എംപോനങ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്വർണ്ണ ഖനികളിൽ പലതും ദക്ഷിണാഫ്രിക്കയിലെ വിറ്റ് വാട്ടർ സ്റ്റാൻഡ് ബേസിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനിയായി അറിയപ്പെട്ടിരുന്ന ടൌട്ടോണ ഏകദേശം 3.9 കിലോമീറ്റർ ആഴത്തിലുള്ളതാണ്. ജോനാസ്ബർഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന സാവുഗ ഖനി 3.7 കിലോമീറ്റർ ആഴവുമായി തൊട്ടുപിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.